കാലം മായ്ക്കാത്ത മുറിപ്പാടുകൾ പോലെ അവശേഷിക്കുന്ന ചില കേസുകളുണ്ട് കേരളത്തിൽ. അങ്ങനെ ഒന്നാണ് കേരളം ഞെട്ടലോടെ കേട്ട നടിയെ ആക്രമിച്ച കേസ്. ഏറെ നാളത്തെ വാദങ്ങൾക്കൊടുവിൽ കേസിൽ ഡിസംബർ 8 വിധി പുറപ്പെടുവിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിലെ വിധി പറയുന്നത്. 2017 ഫെബ്രുവരി 17 അങ്കമാലി അത്താണിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിലാണ് നടി ആക്രമിക്കപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ പ്രതി ചേർക്കാതിരുന്ന നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിന്നീട് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. കേരളം കാതോർക്കുന്ന വിധി വരാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കേരളീയ പൊതുസമൂഹത്തിൽ വലിയ ഞെട്ടൽ സൃഷ്ടിച്ച ഒന്നായിരുന്നു നടി ആക്രമിക്കപ്പെട്ട സംഭവം. വർഷങ്ങൾക്ക് ശേഷം ആ കേസിൽ ഇപ്പോൾ പരിസമാപ്തി ഉണ്ടായിരിക്കുകയാണ്. ഡിസംബർ 8 കേസിൽ അന്തിമമായ വിധി പ്രസ്താവിക്കും. കേരളത്തെ ഇളക്കിമറിച്ച ആ സംഭവത്തിന്റെ നാൾവഴികൾ നമുക്കൊന്ന് പരിശോധിക്കാം. 2017 ഫെബ്രുവരി 17 രാത്രി 9 മണി കൊച്ചി നഗരത്തിലൂടെ ഓടിയ കാറിൽ നടി ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നു. നടിയുടെ അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പ്രതി പൾസർ സുനി പകർത്തുന്നു. അന്ന് തന്നെ ഡ്രൈവർ മാർട്ടിൻ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നു. 2017 ഫെബ്രുവരി 18 പൾസർ സുനിയാണ് കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകിയതെന്ന് വ്യക്തമാകുന്നു. ഇയാളെ തേടി പോലീസ് വലവിരിക്കുന്നു. പ്രതികൾ സഞ്ചരിച്ച 2 വാഹനങ്ങൾ കണ്ടെത്തുന്നു. കേസന്വേഷണത്തിന്റെ ചുമതല ഉത്തരമേഖല ക്രൈംബ്രാഞ്ച് ഐജി ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിക്കുന്നു. 2017 ഫെബ്രുവരി 19 ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ് എന്നിവർ കോയമ്പത്തൂരിൽ പോലീസിന്റെ പിടിയിലാകുന്നു. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചിയിൽ നടന്ന സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ നടൻ ദിലീപ് പങ്കെടുക്കുന്നു. 2017 ഫെബ്രുവരി 20 പ്രതികളിൽ ഒരാളായ കൊച്ചി തമ്മനം സ്വദേശി മണികണ്ഠനെ പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുന്നു. 2017 ഫെബ്രുവരി 23 പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയ പ്രതി പൾസർ സുനിയെയും വിജീഷിനെയും കോടതി മുറിയിൽ നിന്നു തന്നെ ബലം പ്രയോഗിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 2017 മാർച്ച് 3 ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുവാൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് കോടതിയെ ധരിപ്പിക്കുന്നു. 2017 ഏപ്രിൽ 18 സുനിൽകുമാറിനെ 1-ാം പ്രതിയാക്കി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. ആകെ 7 പ്രതികളാണ് കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. 2017 ജൂൺ 25 ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ച കേസിൽ പൾസർ സുനിയുടെ സഹതടവുകാരായ വിഷ്ണു, സനൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. 2017 ജൂൺ 28 ദിലീപ്, നാദൃഷ് എന്നിവരെ ആലുവ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി 13 മണിക്കൂർ മൊഴിയെടുക്കുന്നു. 2017 ജൂലൈ 10 ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലാകുന്നു. 2017 ജൂലൈ 11 അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ ദിലീപിനെ റിമാൻഡ് ചെയ്ത് ആലുവ സബ് ജയിലിൽ അടയ്ക്കുന്നു. 2017 ജൂലൈ 20 തെളിവുകൾ നശിപ്പിച്ചതിന് സുനിൽകുമാറിന്റെ ആദ്യ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോ കസ്റ്റഡിയിലാകുന്നു. 2017 ഓഗസ്റ്റ് 15 അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ദിലീപിന്റെ അമ്മ കത്ത് നൽകുന്നു. 2017 ഒക്ടോബർ 3 കർശന ഉപാധികളോടെ നടൻ ദിലീപിന് ജാമ്യം ലഭിക്കുന്നു. 2017 നവംബർ 15 അറസ്റ്റിലായ ശേഷം ദിലീപ് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടതിനെ തുടർന്ന് വീണ്ടും ചോദ്യം ചെയ്യുന്നു. 2017 നവംബർ 21 സ്വകാര്യ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകുവാൻ ദിലീപിന് ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കുന്നു. 2017 നവംബർ 22 ദിലീപിനെ 8-ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുന്നു. 2018 ജനുവരി കേസിൽ വനിതാ ജഡ്ജി വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടി കോടതിയെ സമീപിക്കുന്നു. 2018 ഫെബ്രുവരി 25 കേസിൽ വിചാരണ നടപടികൾക്കായി അന്നത്തെ സ്പെഷ്യൽ ജഡ്ജി ഹണി എം വർഗീസിനെ ഹൈക്കോടതി നിയമിക്കുന്നു. 2020 ജനുവരി 30 കേസിൽ വിചാരണ ആരംഭിച്ചു. സാക്ഷി വിസ്താരം തുടങ്ങി. പൾസർ സുനിയും ദിലീപും അടക്കമുള്ള പ്രതികൾ കോടതിയിലെത്തുന്നു. സാക്ഷി വിസ്താരത്തിനിടെ 22 സാക്ഷികൾ കൂറുമാറും. 2020 നവംബർ 20 വനിതാ ജഡ്ജി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും കേസ് മറ്റൊരു കോടതിയിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ട നടിയുടെ ഹർജി ഹൈക്കോടതി തള്ളുന്നു. പിന്നാലെ ആദ്യം ചുമതലപ്പെടുത്തിയ പ്രോസിക്യൂട്ടർ കേസിൽ നിന്ന് പിന്മാറുന്നു. 2021 മാർച്ച് 1 വിചാരണ 6 മാസത്തേക്ക് കൂടി നീട്ടി സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നു. 2021 ഡിസംബർ 17 സുപ്രീം കോടതിയിൽ നൽകിയ വിടുതൽ ഹർജി ദിലീപ് പിൻവലിക്കുന്നു. 2021 ഡിസംബറിലാണ് ബാലചന്ദ്രകുമാറിന്റെ സുപ്രധാനമായ മൊഴി പുറത്തേക്ക് വരുന്നത്. ദിലീപിന്റെ വീട്ടിൽ വെച്ച് പൾസർ സുനിയെ കണ്ടെന്നതായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി. 2022 ജനുവരി 3 കോടതി അനുമതിയോടെ ദിലീപിനെതിരെ പോലീസ് തുടരന്വേഷണം ആരംഭിച്ചു. ബാലചന്ദ്രകുമാറിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. 2022 ജനുവരി 22 അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിലെത്തുന്നു. 2022 ജൂലൈ 18
കേസിൽ മൂന്നാമത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് വി അജയ്കുമാർ ചുമതലയേൽക്കുന്നു. 2022 ഒക്ടോബർ 22 തുടരന്വേഷണ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചു. തെളിവ് നശിപ്പിച്ചെന്ന കുറ്റം ദിലീപിന്റെ സുഹൃത്ത് ശരത്തിൽ ആരോപിക്കപ്പെടുന്നു. 2023 ഓഗസ്റ്റ് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ അതിജീവിത സമീപിക്കുന്നു. 2023 ഓഗസ്റ്റ് 21 ഹാഷ് വാല്യൂ മാറിയത് ജില്ലാ ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിക്കുന്നു. 2023 ഓഗസ്റ്റ് അവസാനം 8 മാസം കൂടി നീട്ടിച്ചോദിച്ച് വിചാരണ കോടതി രംഗത്ത് വരുന്നു. 2024 മാർച്ച് 3 മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയെന്ന കാര്യം അന്വേഷിക്കണമെന്ന അതിജീവിതയുടെ അപ്പീൽ ഹൈക്കോടതി തള്ളുന്നു. 2024 സെപ്റ്റംബർ 17 കേസിൽ പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നു. 2024 ഡിസംബർ 11 കേസിൽ അന്തിമവാദം കോടതിയിൽ ആരംഭിക്കുന്നു. 2025 ഏപ്രിൽ 9 പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയാകും. ഈ വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് കേസിൽ ഈ വരുന്ന 8-ാം തീയതി വിധി വരാനിരിക്കുന്നത്. 7 വർഷത്തോളം നീണ്ട വിചാരണ നടപടികൾക്കൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുവാൻ പോകുന്നത്. ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെ കേസിലാകെ 10 പ്രതികളാണുള്ളത്. 261 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 28 പേർ കൂറുമാറി. മാനഭംഗം, ഗൂഢാലോചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസ് ഏതായാലും അന്തിമ വിധിയിലേക്ക് പോകുമ്പോൾ കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കണം എന്നതോടൊപ്പം തന്നെ അതിജീവതയുടെ നിശ്ചയദാർഢ്യവും പൊതുസമൂഹത്തിൽ ചർച്ചയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.